ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം അങ്ങനെ നമ്മുടെ ഗീതു ഭദ്രനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ എന്താ അച്ഛാ പറ്റിയത്, എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്കൊന്നും അറിയില്ല, അവരെന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പരസ്പര ബന്ധുവിനാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ എന്താണ് വിലാസിനി പറയുന്നുണ്ട്, എന്ത് പറ്റിയെന്ന് അറിയില്ല മോളെ, വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ തന്നെയാണ് പറയണത് പറയുമ്പോൾ വിനോദ് പറയുന്നുണ്ട്, കഞ്ചാവായിരിക്കും കയറ്റിയിരിക്കണത്, അതാ പരസ്പര ബന്ധുരാണ്ട് പറയണത്, കുറച്ച് തണുത്ത കട്ടത്തൈര് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി ശരിയാവും എന്ന് പറയുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഗീത ചോദിക്കുന്നുണ്ട്, അത് കറക്റ്റായിട്ട് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ വിനോദൊന്നും മിണ്ടുന്നില്ല. കേട്ടോ അമ്മേ, കഞ്ചാവ് കഴിച്ചാലും അത് വലിച്ചാലും ഇത് വലിച്ചാലൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് വരെ അവനറിയാം എന്നിങ്ങനെ പറയുക കേട്ടോ. അതിനുശേഷം കട്ടത്തൈരെങ്കിലും കട്ടത്തൈര് എടുത്തുകൊണ്ട് വാമ്മയെന്ന് പറയുവാണ്. അങ്ങനെ ഭദ്രനെ കട്ടത്തൈര് കൊടുക്കുമ്പോഴേക്കും ഭദ്രൻ സമാധാനമായി എന്നൊക്കെ പറഞ്ഞിട്ട് തലേ ഇങ്ങനെ തോർത്തിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയാണ്. ഗോവിന്ദ് റെഡിയായിട്ട് കമ്പനി പോകുമ്പോൾ മഹേഷ് വിളിക്കുകയാണ്, ഗോവിന്ദ് നീ ഇപ്പോൾ എവിടെയുണ്ട്, ഞാൻ വീട്ടിലാടാ, ഞാൻ ഇപ്പോൾ 10 മിനിറ്റ് തന്നെ ഇറങ്ങും, പാർട്ടി വന്നിട്ടുണ്ടോ എന്ന് ഗോവിന്ദ് ചോദിക്കുമ്പോൾ, എടാ അവരായിട്ട് വീട്ടിൽ നിന്ന് സംസാരിക്കണതല്ലേ അതിൻ്റേതായിട്ടുള്ള ഒരു നല്ലത്, കാരണം വീട്ടിലെല്ലാവരും ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുമായിട്ട് സംസാരിക്കുന്നതല്ലേ നല്ലത്, നീ ഒരു 10 മിനിറ്റ് ആവില്ല എന്തായാലും ഇറങ്ങണം, ആ സമയത്തുള്ളിൽ ഞങ്ങളവിടെ എത്തുമെന്ന് പറയുവാണ്. ശരി എന്നാൽ ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് ഗോവിന്ദ് പറയുന്നുണ്ട്, വീട്ടിൽ തന്നെ വെയിറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ നമ്മുടെ മഹേഷ് അവർണികേനെയും അച്ഛനെയും കൂട്ടിക്കൊണ്ടിട്ട് പറയുന്നുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാൻ, നേരിട്ട് പാർട്ടിയുടെ വീട്ടിലേക്ക് പോവാം, പുള്ളിക്കാരൻ ഇപ്പോൾ വീട്ടുകാരായിട്ട് ഇപ്പോൾ അവിടെ തന്നെ ഉണ്ട്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സംസാരിച്ച് ഡീൽ ചെയ്യാലോ എന്ന് പറയുവാണ്. അങ്ങനെ നമ്മുടെ അവർണികയുടെ അച്ഛൻ പറയുന്നുണ്ട്, രഘുരാംസാണ് മഹേഷിൻ്റെ പറയണ്ട, മഹേഷ് ഈ ഡീൽ ഓക്കെ ആയില്ലെങ്കിൽ നാളെ വേറൊരു പാർട്ടി വരുന്നുണ്ട് ബാംഗ്ലൂർ, അവരായിട്ട് സംസാരിക്കേണ്ടി വരും, ഞങ്ങൾക്ക് പക്ഷേ താല്പര്യം ഇവരായിട്ട് കേരളത്തിലായിട്ട് ഞങ്ങളുടെ കമ്പനി കൊടുക്കാനുള്ള താല്പര്യം, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതെന്നെ ഡീലാക്കാൻ വേണ്ടി നോക്കണമെന്ന് പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഇത് ഏറെക്കുറെ ഡീലായത് നിങ്ങൾ വിചാരിച്ചേക്ക് എന്നിങ്ങനെ പറയുവാണ്. അങ്ങനെ അവരെയും കൂട്ടിക്കൊണ്ട് മഹേഷ് നേരെ വന്നത് അറക്കൽ തറവാട്ടിലേക്ക് കേട്ടോ. അപ്പോൾ അറക്കിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ മഹേഷ് രഘുരാമാകെ ഞെട്ടുവാണ്, കാരണം മുമ്പിൽ തന്നെ നമ്മുടെ അയ്യപ്പേട്ടനെ കാണുന്നുണ്ട്. അപ്പോൾ അയ്യപ്പേട്ടനെ ഞാൻ നിൽക്കണത് കാണുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ മഹേഷ് വരുന്നുണ്ട്. ആഹാ, അയ്യപ്പേട്ടനല്ലേ, എന്നെ മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ ഇവിടെയോ കണ്ട പരിചയം, ഒന്നും കൂടി ആലോചിച്ച് നോക്ക് എന്ന് മഹേഷ് പറയുമ്പോൾ, ഓ ഗോവിന്ദ് സാറിൻ്റെ കൂട്ടുകാരനല്ലേ, മുമ്പ് കുറച്ച് മെലിഞ്ഞിട്ടായിരുന്നു, ഇപ്പോൾ നന്നായിട്ട് വണ്ണം വെച്ചുകൊണ്ട് ആളെ മനസ്സിലാവുന്നില്ല എന്ന് അയ്യപ്പേട്ടൻ പറയുമ്പോൾ, അയ്യപ്പേട്ടൻ അങ്ങനെ തന്നെയാണ്, പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, നല്ല വണ്ണം വെച്ചു എന്നിങ്ങനെ പറയുക കേട്ടോ. അതിനുശേഷം നമ്മുടെ രഘുരാം സാറും അവർണികയും അവിടെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് രഘുരാം എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ അയ്യപ്പേട്ടനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അയ്യപ്പനല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അതെ എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ മാധവൻ നായരുടെ കൂട്ടുകാരനായിരുന്നു എന്ന് പറയുമ്പോൾ, മനസ്സിലായെന്ന് അയ്യപ്പേട്ടൻ പറയാണ്. ഇപ്പോൾ ഇവിടെ തന്നെയാണോ എന്ന് അയ്യപ്പേട്ടനോട് ഒരു സംശയത്തോടെ അയ്യപ്പേട്ടൻ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇപ്പോൾ ഇവിടെ തന്നെയാണോ ചോദിക്കുമ്പോൾ അയ്യപ്പേട്ടൻ പറയുന്നുണ്ട്, അതെ ഞാൻ അന്നും ഇന്നും ഇവിടെ തന്നെയാണല്ലോ എന്ന് പറയുമ്പോൾ, ഓ ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ, ഇത് നമ്മുടെ ഗോവിന്ദിൻ്റെ വീടായിരുന്നു അല്ലേ മഹേഷ് എന്ന് നമ്മുടെ രഘുരാം ചോദിക്കുമ്പോൾ, അതെ ഇവിടെ വന്നവരെ പറയണ്ടെന്ന് വിചാരിച്ചു, എന്താ ഗോവിന്ദിനെ പരിചയമുണ്ടോ ചോദിക്കുമ്പോൾ, പിന്നെ പരിചയം ഉണ്ടോയെന്നോ, ഗോവിന്ദൻ ഞാനും കൂട്ടുകാരാണ്, ഗോവിന്ദൻ്റെ അച്ഛനായിട്ടുള്ള ബന്ധമാണ്, ഗോവിന്ദ അച്ഛന് ചെറുപ്പം മുതലേ എനിക്ക് പരിചയമാണ്, അത്രയ്ക്കൊരു എന്താ പറയുക കുടുംബ ഫ്രണ്ട് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ബന്ധമാണെന്ന് പറയുമ്പോൾ, അപ്പോൾ കാര്യങ്ങൾ എളുപ്പമായല്ലോ എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാണ്. അതേസമയം നമ്മുടെ ഭദ്രന് ബോധം വന്ന സമയത്ത് നമ്മുടെ ഗീതു പറയുന്നുണ്ട്, അച്ഛൻ ഞാൻ 10 ലക്ഷം രൂപ തരാം, അച്ഛന് ആ സ്ത്രീ ആരാണെന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ഭദ്രൻ പറഞ്ഞിട്ടില്ല മോളെ, ഞാൻ പറയില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ രാധികാമ്മ നിസ്സാരക്കാരിയല്ല, എന്നെ കൊന്നുകളയും എന്ന് പറയുവാണ്. 10 ലക്ഷം രൂപ ഞാൻ ഫുള്ളായിട്ട് ഇപ്പം തന്നെ കയ്യിൽ തരാം, ആ സ്ത്രീ ആരാണെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോഴേക്കും, മോളെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ ജീവനാണ് വലുതെന്ന് പറയുമ്പോൾ വിലാസിനി പറയണ്ട, എൻ്റെ മനുഷ്യ ജീവനേക്കാളും വലുതാണ് 10 ലക്ഷം രൂപ, എന്താടി വിലാസിനി നിനക്ക് എന്നെക്കാളും വലുത് 10 ലക്ഷം രൂപയാണോ എന്ന് ഭദ്രൻ ചോദിക്കുമ്പോൾ, അങ്ങനെയല്ല മനുഷ്യ, 10 ലക്ഷം രൂപ കൈവിട്ട് കളയല്ലേ മനുഷ്യ, ഒന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുവാണ്. അങ്ങനെ ഭദ്രൻ ആലോചിച്ച് അവസാനം നമ്മുടെ ഗീതുവിനോട് പറയുന്നുണ്ട്, ആ സ്ത്രീ അതിനുശേഷം ഗീതു, ശരി ഈ ചെക്ക് അച്ഛൻ കയ്യെ പിടിച്ചോ ഇനി പറയുവാണ്. അങ്ങനെ ഗീതു 10 ലക്ഷത്തിൻ്റെ ചെക്ക് നമ്മുടെ ഭദ്രൻ്റെ കൈ കിടക്കും, ഭദ്രൻ നോക്കും 10 ലക്ഷം എഴുതിയിരിക്കുന്ന ചെക്കാണ് കേട്ടോ. ഭദ്രൻ്റെ അപ്പോൾ സന്തോഷമാവാണ്. ശരി മോള് പറഞ്ഞ പോലെ തന്നെ ആ സ്ത്രീ ആരാണെന്ന് ഞാൻ മോൾക്ക് പറഞ്ഞുതരാം, എൻ്റെ ജീവനേക്കാളും വില മതിപ്പുള്ള ഒരു ചോദ്യത്തിന് ഉത്തരവാണ് അച്ഛൻ തരാൻ പോണത് കേട്ടോ എന്നിട്ടൊക്കെയാണ് പറയണത്. അത് പക്ഷേ പറയണ്ട്, ആ സ്ത്രീ വേറെ ആരുമല്ല മോളെ, അതാണ് വിജയലക്ഷ്മി സുബ്രഹ്മണ്യം എന്ന് പറയുമ്പോൾ, അതെനിക്കറിയാം അച്ഛാ, ആ സ്ത്രീയും ഗോവിന്ദേട്ടനും അതുപോലെ തന്നെ രാധികാമയും തമ്മിലുള്ള ബന്ധം എന്താണ്, അതാണ് എനിക്ക് അറിയേണ്ടതെന്ന് ഗീതു പറയുവാട്ടോ. ആ സമയത്ത് നമ്മുടെ ഭദ്രൻ പറയുന്നുണ്ട്, അതും നിന്റെ ഭർത്താവും അമ്മായിമ്മയും തമ്മിൽ ബന്ധം എന്താണെന്ന് എനിക്കറിയില്ല,
ആ സ്ത്രീ ആരാണെന്ന് നീ ചോദിച്ചു, അതിന് മറുപടി ഞാൻ പറഞ്ഞു വിജയലക്ഷ്മി സുബ്രഹ്മണ്യം. അവര് പിന്നെ എനിക്ക് എങ്ങനെ പറയാനാ, അവരെ ആരാണെന്നല്ലേ നീ ചോദിച്ചത്, അത് വിജയലക്ഷ്മിയാണെന്ന് പറയുമ്പോൾ ഓ അച്ഛൻ്റെ ഒരു കാര്യം എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് ബണ്ടിക്ക് തോടുന്ന് ഇറങ്ങി പോവാട്ടോ. ആ സമയത്ത് വിലാസിന് പറയണ്ടേ, നിങ്ങൾക്കിപ്പോൾ വിഷമിക്കൊന്നും വേണ്ടെന്നേ, അതാണ് എന്തായാലും 10 ലക്ഷം രൂപ എനിക്ക് കിട്ടിയല്ലോ എന്ന് വിലാസിന് പറയാണ്. അങ്ങനെ ഇറങ്ങിപ്പോയ ഗീത വീണ്ടും കയറി വരികയാണ്. അതെ, ആ ചെക്ക് ഉണ്ടല്ലോ അത് അച്ഛൻ തന്നെ കയ്യിൽ വെച്ചു കേട്ടോ. ഇത് എന്ത് ചെക്കാണെന്ന് അറിയാവോ? അച്ഛൻ മുമ്പ് വിനോദിന് സ്കൂളിൽ ഒരു ജോലി ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു അക്കൗണ്ട് തുടങ്ങിയില്ലേ, ആ അക്കൗണ്ടിൽ ഇപ്പോൾ 0 ബാലൻസ് ആയിരുന്നു. ഞാനൊരു 12,000 രൂപ ഇട്ടിട്ട് ഇപ്പോൾ അതിൽ എല്ലാ പൈസയും പിടിച്ച് 386 രൂപയുണ്ട്. ആ ബാങ്കിൻ്റെ ചെക്കാണിത്, ഇത് അച്ഛൻ തന്നെ പിടിച്ചു കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇത് പോവാണ്. ആ സമയത്ത് ഭദ്രം വിലാസിനത് പറയണ്ടേ, ഇവള് നിന്റെ മകൾ തന്നെ എന്നിങ്ങനെ പറയുവാട്ടോ. അതേസമയം നമ്മുടെ അറക്കിലെ കാണിക്കുന്ന രഘുരാമും അതുപോലെ തന്നെ അവർണികയും ഗോവിന്ദും രാധികാമ്മയ്ക്ക് ഇങ്ങനെ ഇരിക്കുവാണ്, ബിസിനസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് രാധികാമ്മ പറയേണ്ടത്, നിനക്ക് പരിചയമുള്ളതാണല്ലോ, പിന്നെ അച്ഛനും നല്ല പരിചയമുള്ളവരല്ലേ, നമുക്ക് നമ്മുടെ ബിസിനസ് സോഫ്റ്റ്വെയർ കൂടി എടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് കണ്ണാന്ന് പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയേണ്ട, അതേ അമ്മേ നമുക്ക് ഈ ബിസിനസ് ഡീൽ ഉറപ്പിക്കാം, നമ്മുടെ കമ്പനി സോഫ്റ്റ്വെയറിലേക്കും കൂടി കടക്കണത് നല്ല കാര്യമല്ലേ എന്ന് ഗോവിന്ദ് പറയുമ്പോഴേക്കും നമ്മുടെ രഘുരാമിനും അവരുടെയൊക്കെ ഭയങ്കര സന്തോഷമാവും കേട്ടോ. അവർ താങ്ക് യു എന്നൊക്കെ പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡീലാക്കണേ നല്ലത്. കാരണം മരുമകൻ്റെ അവസ്ഥ അത്ര മോശമായിക്കൊണ്ടിരിക്കുകയാണെന്ന് രഘുരാം പറയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ വരുൺ പറയാണ്, അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കല്ലേ ചേട്ടാ, നമ്മുടെ ഏറ്റവും നല്ല എക്സ്പേർട്ടിനെ കൊണ്ട്, നമുക്ക് സോഫ്റ്റ്വെയറിൽ നല്ല പരിചയമില്ലല്ലോ, അപ്പോൾ സോഫ്റ്റ്വെയർ ഒരു നല്ലൊരു എക്സ്പേർട്ടിനെ കൊണ്ട് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കണം നല്ലതാണെന്ന് പറയുമ്പോൾ നമ്മുടെ രഘുരാം സാർ പറയുണ്ടായോ, അതിനൊന്നും സമയമില്ല, ഞങ്ങളെ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ഡീൽ ഏൽക്കണം, എത്രയും പെട്ടെന്ന് നമുക്ക് ഡീൽ ചെയ്യാമെന്ന് പറയുവാണ്. വേറൊരു പാർട്ടിയും കൂടി നാളെ വരുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും എടുത്ത വായിക്ക് വരുൺ പറയുന്നുണ്ട്, അങ്ങനെ നാളെ എന്തെങ്കിലും പാർട്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരായിട്ട് ഡീൽ ചെയ്തോ, ഒരു കുഴപ്പമില്ല, എന്തായാലും എക്സ്പേർട്ടിനെ കൊണ്ട് നോക്കിപ്പിക്കാണ്ട് ഞങ്ങളിത് എടുക്കില്ല എന്ന് വരുൺ എടുത്ത വായിക്ക് പറയുവാട്ടോ. ആ സമയത്ത് രാധികാമ്മ പറയുന്നുണ്ട് ഇങ്ങനെ, അത് കണ്ണ നമുക്കിതിനെക്കുറിച്ചൊന്നും പരിചയമില്ലല്ലോ, ഒരാൾ നോക്കണത് നല്ലതായിരിക്കുമെന്ന് പറയുമ്പോൾ ഗോവിന്ദും ഇങ്ങനെ തലയാട്ടമാണ്. അവർണികക്കാണെങ്കിൽ വരുണിനെ കൊല്ലാനുള്ള ദേഷ്യത്തോടു കൂടി അവർണിക വരുണിങ്ങനെ നോക്കി പേടിപ്പിക്കുന്ന ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഇത് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.